നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 798 798. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം 22-ാം അധ്യായത്തിലെ 22-ാമത്തെ ശ്ലോകം മുതൽക്കാണ് പറയുന്നത്. ശ്ലോകം 22. ഹിത്വാ സ്വശിഷ്യാൻ പൈലാദീൻ ഭഗവാൻ ബാദരായണ മഹ്യം പുത്രായ ശാന്തായ പരം ഗുഹ്യം ഇദം ജഗൗ. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം അങ്ങനെ: പൈലൻ ആദിയായ തൻ്റെ ശിഷ്യന്മാരെ ഉപേക്ഷിച്ചിട്ട് വ്യാസൻ ശാന്തനും പുത്രനുമായ എനിക്ക് എന്ന് പറഞ്ഞാൽ ശുകബ്രഹ്മർഷിയാണിത് പറയുന്നത്. അപ്പോൾ ശുകബ്രഹ്മർഷിക്ക് രഹസ്യമായ ഇതിനെ ഉപദേശിച്ചു എന്നായി. അവിടെ പല ചോദ്യങ്ങളും വരും. ശിഷ്യന്മാരെ ഒഴിവാക്കിയിട്ട് എന്തുകൊണ്ടാണ് മകനെ ഉപദേശിച്ചത് എന്നൊക്കെ ബുദ്ധിയില്ലാത്തവർ ചോദിക്കും. കാരണം ഈശ്വരഹിതമാണ് നടക്കുക. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാവാർത്ഥത്തിൽ. തൻ്റെ പേരിൽ, അതായത് ശുകബ്രഹ്മർഷിയുടെ പേരിൽ വ്യാസർക്കുണ്ടായ അതിവാത്സല്യത്തെയും അനുഗ്രഹത്തെയും വളരെ ഗൗരവമായിട്ട് വിചാരിക്കേണ്ട കാര്യം അത്. അപ്പോൾ അത് ഇങ്ങനെയാണ് വാചകം പറയുന്നത്: തൻ്റെ പേരിൽ പിതാവിനുണ്ടായിരുന്ന അതിവാത്സല്യത്തെയും അനുഗ്രഹത്തെയും ശ്രീ ശുകമുനി പരീക്ഷിത് രാജാവിനെ അറിയിക്കുന്നു. പറഞ്ഞിട്ടില്ലെങ്കിൽ എങ്ങനെ അറിയാം? സർവജ്ഞനായ ബാദരായണ മുനി വ്യാസൻ അവിടുത്തെ ശിഷ്യന്മാരായ പൈലാദികൾക്കൊന്നും ഉപദേശിക്കാതെ കാമക്രോധാദി ദോഷങ്ങളിൽ നിന്ന് വിട്ടിരിക്കുവനെന്നുള്ള അനുഗ്രഹ ബുദ്ധി നിമിത്തം, ദി ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അത്. സ്വന്തം മകൻ എങ്ങനെ ഉണ്ടായതെന്ന് കൂടി ആലോചിക്കണം അല്ലേ? അപ്പോൾ പറയണു, കാമക്രോധാദി ദോഷങ്ങളിൽ നിന്ന് വിട്ടിരിക്കുന്നവനെന്നുള്ള അനുഗ്രഹ ബുദ്ധി നിമിത്തം ശാന്തനും പുത്രനുമായ എനിക്ക് ഏറ്റവും രഹസ്യമായ ഈ ഭാഗവതം ഉപദേശിച്ചു. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കാശിന് വേണ്ടിയിട്ട് ഇത് കണ്ട അണ്ടനും കിണ്ടനും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. തെങ്ങിൻ്റെ മുകളിൽ മയക്ക വെച്ച് പറയേണ്ടതല്ല ഭാഗവതം. നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ ഡങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ നന്നായി എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് തെങ്ങിൻ്റെ മുകളിൽ മയക്ക വെച്ച് പറയേണ്ടതല്ല. കാരണം എന്താ? അത്രയും പരിപാവനമായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഒരു ഡിവൈൻ ആസ്പെക്റ്റാണ്, ഡിവിനിറ്റിയാണത് മുഴുവൻ. അപ്പോൾ പറഞ്ഞു, ഭഗവാനായതുകൊണ്ട് കേവലം പുത്രൻ എന്ന ഭാവത്താലല്ല. കാരണം അദ്ദേഹത്തിന് ആശാപാശങ്ങളില്ലാത്ത ആളാണ്. ആരെ? വ്യാസർ. അതാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താ? ആരോടും യാതൊരു തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റും ഇല്ല. അപ്പോൾ ഭഗവാനായതുകൊണ്ട് കേവലം പുത്രൻ എന്ന ഭാവത്താലല്ല എനിക്കതിനെ ഉപദേശിച്ചത്. ശാന്തത്വാദി ഗുണം നിമിത്തം, എൻ്റെ ശാന്തതയും സമാധാനവും പരിപാലിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അതിനെ ഉപദേശിച്ചത്. ശാന്തത്വാദി ഗുണം നിമിത്തം അധികാരിയാണെന്ന് കണ്ടതുകൊണ്ട്, അധികാരി നമ്മുടെ നാട്ടിലെ അധികാരി മേനോൻ കോൽക്കോരൻ എന്നുള്ളതല്ല. ഇവിടെ അധികാരി, എന്തുകൊണ്ടും അധികാരമുള്ളവൻ, ശ്രേഷ്ഠൻ എന്നൊക്കെ അർത്ഥം പറയണം.
കണ്ടതുകൊണ്ട് മാത്രം ഉപദേശിച്ചതാണ്. അനധികാരികളോട് ഭാഗവതം ഉപദേശിച്ചുകൂടാ എന്ന് സാരം. അനധികാരികളോട് ഭാഗവതം ഉപദേശിച്ചുകൂടാ എന്ന് സാരം. അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം കൂടി ഇവിടെ പറയണം. എന്താ? രജോ ഗുണവും തമോ ഗുണവുമുള്ള മൂർത്തികളെ പൂജിക്കുകയും അവരുടെ അനുഗ്രഹാശിസ്സുകൾക്ക് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്നവർക്ക് ഭാഗവതം ഉപദേശിക്കാൻ പാടില്ല. സത്വാദി ഗുണനിബിഡമായിരിക്കുന്ന ആൾക്കാർക്കേ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. സത്വാദി എക്സെട്ര എക്സെട്ര, ശാന്തത, ആരെയും കുറ്റം പറയാതെ കണ്ട്, ആരെയും നോവിക്കാതെ കണ്ട്, അധികാരത്തിൻ്റെ പിന്നാലെ പോവാത്തവർക്ക് എന്നൊക്കെ അർത്ഥം പറയണം. മനസ്സിലായില്ലേ? അപ്പോൾ അടുത്ത ശ്ലോകം 23. വിചിത്ര വീര്യോ അധോവാഹ കാശിരാജസുത സുതേ ബലാൽ സ്വയംവരാതുപാനീതേ അംബിക അംബാലികേ ഉഭേ. അനന്തരം വിചിത്രവീര്യൻ ബലാത്കാരേണ സ്വയംവരത്തിൽ നിന്ന് ഉപനയിക്കപ്പെട്ട കാശിരാജപുത്രിയെ അംബിക അംബാലിക എന്ന 2 പേരെ വിവാഹം ചെയ്തു. കഥ പറയാണ്. അപ്പം അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ് വരുന്നത്? അതിൽ പിന്നെ വിചിത്രവീര്യൻ വിവാഹമണ്ഡപത്തിൽ നിന്ന് ഭീഷ്മപിതാമഹൻ എന്തു ചെയ്തു എന്നാണ് പറഞ്ഞത്? ഭീഷ്മരാൽ ബലാത്കാരേണ കൊണ്ടുവരപ്പെട്ട കാശിരാജപുത്രിമാരായ അംബിക അംബാലിക എന്ന 2 പേരെ വിവാഹം ചെയ്തു. ശരിക്കും 3 ആളെ കൊണ്ടുവന്നു. അതിൽ ഒരാൾ വീണ് ഭീഷ്മരോട് പറഞ്ഞു, എൻ്റെ പാണിഗ്രഹണം ആൾറെഡി കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സുകൊണ്ട് ഒരാളെ വരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങയുടെ സഹോദരന് വേണ്ടിയിട്ട് എന്നെ കൊടുക്കരുത്. അപ്പോൾ അദ്ദേഹം ശരിയെന്ന് പറഞ്ഞു. അവിടെ പോയപ്പോൾ അദ്ദേഹം സ്വീകരിച്ചതുമില്ല. കാരണം എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം കൈ പിടിച്ചിട്ടാണ് കയറ്റിയതേ, അനിയന് വേണം പറഞ്ഞേ. അപ്പോൾ അവരിൽ നിന്നൊരു ശാപം പിന്നെ ഭീഷ്മർക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ ഇതിൽ വരും, കഥയിൽ വരും. അപ്പോൾ അംബിക അംബാലിക എന്ന 2 പേരെ വിവാഹം ചെയ്തു എന്ന് പറഞ്ഞു. ഇനി 24-ാമത്തെ ശ്ലോകം ഒരു വരി ശ്ലോക. തയോരാസക്ത ഹൃദയോ ഗൃഹീതോ യഷ്മണാമൃത. ഒരു സ്റ്റേറ്റ്മെൻ്റാണത്. അവരിൽ അത്യാസക്ത ഹൃദയത്തോടു കൂടിയ വിചിത്രവീരൻ ക്ഷയരോഗത്താൽ അന്തരിച്ചു പോയി. ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കണം. ഒരു പുരുഷൻ എത്ര തന്നെ യൗവനയുക്തനാണെങ്കിലും ശരി, അമിതമായ സ്ത്രീലമ്പടത്വം ഉണ്ടായാൽ അല്ലെങ്കിൽ രജോ ഗുണം ഉണ്ടായാൽ അതാണ് അത്യാസക്ത ഹൃദയത്തോടു കൂടിയ വിചിത്രവീരൻ ക്ഷയരോഗത്താൽ അന്തരിച്ചു പോയി എന്ന് പറയും. അപ്പോൾ ഭാഗവതം പഠിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ പഠിക്കണം. അപ്പോൾ ഇതൊക്കെ ഒരു ഉപദേശമായിട്ട് നമ്മൾ എടുക്കണം ജീവിതത്തിൽ. പ്രമോഷമുണ്ടോ? ഇനി 25-ാമത്തെ ശ്ലോകം. ക്ഷേത്രേ അപ്രജസ്യ വൈ ഭ്രാതുർമാത്രോക്തേ ബാധരായണ ധൃതരാഷ്ട്രം ച പാണ്ഡും ച വിദുരം ച അഭിജീജനത് ച അഭ്യജീജനത്. അതായത് അനപത്യനായ ഭ്രാതാവിൻ്റെ, അതായത് കാർത്തികവീര്യൻ മരിച്ചുല്ലോ, കുട്ടികളുണ്ടായിട്ടുമില്ല ഇവർക്ക് 2 ആൾക്കും. അപ്പോൾ ഭാരതം നാഥനില്ലാത്ത കളരിയായി തീരും എന്നുള്ള കാര്യം ഒഴിവാക്കാൻ വേണ്ടി അന്നത്തെ കാലത്ത് സഹോദരൻ മരിച്ച സഹോദരൻ്റെ ഭാര്യനെ ജീവിച്ചിരിക്കുന്ന സഹോദരൻ വേൾക്കണം എന്നാണ് അന്നത്തെ കാലത്ത്. ഇവർ രാജാക്കന്മാരാണല്ലോ. അപ്പോൾ രാജാവ് ഇല്ലാത്തൊരവസ്ഥ വരാൻ പാടില്ല. രാജപരിപാലനമാണ് മുഖ്യം കർമ്മം. അതുകൊണ്ടാണ് പറഞ്ഞത് അനപത്യനായ ഭ്രാതാവിൻ്റെ കളത്രത്തിൽ, അതായത് ഭാര്യയിൽ മാതാവിനാൽ പറയപ്പെട്ട വ്യാസൻ. ശ്രദ്ധിക്കണം, മാതാവിനാൽ. കാരണം അമ്മയുടെ വാക്ക് തട്ടരുതെന്നാണ്.
അമ്മ എന്താ പറഞ്ഞത് വെച്ചാൽ ശിരസ വഹിക്കുക, അച്ഛൻ പറഞ്ഞാലും ശരി. അങ്ങനെയാണ് പരശുരാമനോട് രേണുകാദേവീനെ വധിക്കാൻ പറഞ്ഞപ്പോൾ വധിച്ചു. എന്താ വരം വേണ്ടോ ചോദിച്ചു. ഞാൻ അവരെ വധിച്ചു എന്നുള്ളത് അവരെ അറിയാൻ പാടില്ല, സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന പോലെ അവർ ജീവിക്കുമ്പോഴാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ, പരശുരാമൻ അറിയാം തൻ്റെ അച്ഛൻ ജമദഗ്നി മഹർഷി ഈ വരത്തിന് വരപ്രസാദം ചെയ്യാൻ കഴിവുള്ള ആളാണ്. അപ്പോൾ വെറുതെ അല്ല. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, മാതാവിനാൽ പറയപ്പെട്ട വ്യാസൻ ധൃതരാഷ്ട്രനെയും പാണ്ഡുവിനെയും വിതുരനെയും ജനിപ്പിച്ചു എന്നാണ്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയണു, ചിത്രാംഗതൻ്റെ ഭ്രാതാവായ വിചിത്രവീരൻ്റെ 3 ഭാര്യമാരിൽ മാതാവിനെ ആജ്ഞാനുസരണം വേദവ്യാസൻ ഓരോ പുത്രന്മാരെ ജനിപ്പിച്ചു. ശരിക്കും 3 ഭാര്യമാരിലല്ല, ഒരാൾ പോയിരുന്നു. രണ്ടാമത്തെ ഭാര്യ, ഒരാൾക്ക് 2 ചാൻസ് കിട്ടിയപ്പോൾ എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ദാസീനെ നിർത്തുക ചെയ്താൽ എന്തൊരു പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ് ഇവിടെ, മനസ്സിലായില്ലേ? അപ്പോൾ അംബികയിൽ ധൃതരാഷ്ട്രനെയും അംബാലികയിൽ പാണ്ഡുവിനെയും ദാസിയിൽ വിതുരനെയും. ആ ദാസി എങ്ങനെയാണ് വന്നത്? ഈ ആദ്യം പറഞ്ഞ അംബികയിൽ ധൃതരാഷ്ട്രം ഉണ്ടായി, അത് കണ്ണില്ലാത്ത ഒരാളായിരുന്നു. അംബാലികയിൽ പാണ്ഡു ഉണ്ടായി. എന്നാൽ അംബികയിൽ ഒരു ചാൻസ് കൂടി എടുക്കാൻ പറഞ്ഞു അമ്മ. അപ്പോൾ ഈ അംബിക എന്ത് ചെയ്തു ചോദിച്ചാൽ ദാസീനെ നിർത്തി. ദാസി അണിഞ്ഞൊരുങ്ങി വ്യാസര് ഭഗവാൻ വേദവ്യാസരാണ് എന്നുള്ള നിലയിൽ സ്വീകരിച്ചു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് യമധർമ്മരാജാവിൻ്റെ അവതാരമായിട്ടുള്ള സർവശ്രേഷ്ഠനായ വിതുരനീതി എന്നുള്ള ഗ്രന്ഥമൊക്കെ എഴുതിയിട്ടുള്ള വിതുരരായിട്ട് ജനിച്ചു എന്നാണ് കഥ. അപ്പോൾ അംബികാലിയിൽ പാണ്ഡുവിനെയും ദാസിയിൽ വിതുരനെയും ജനിപ്പിച്ചു. ശാസ്ത്രനിഷിദ്ധമായ കാര്യമല്ലേ വ്യാസൻ ചെയ്തതെന്ന് ശങ്കിക്കണ്ട. നിഷിദ്ധ കർമ്മമല്ല ചെയ്തത്. അപതിരപ്യത്യലിപ്സുർദേവരാജ് ഗുരുപ്രയുക്താദ്യാതുമതിയാത് എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, പ്രമാണമുണ്ട്. അതായത് ഭർത്താവും സന്താനവുമില്ലാതിരിക്കുന്നവൾക്ക് സന്താനകാംക്ഷ നിമിത്തം, അവിടെ ശാരീരിക ഉല്ലാസമല്ല ഉദ്ദേശം. അപ്പോൾ സന്താനകാംക്ഷ നിമിത്തം ഗുരുപ്രേരിതനായ ഭർത്തൃ സഹോദരനിൽ നിന്നും ഗർഭം ധരിക്കാമെന്നുള്ള ശ്രുത്യാനുവാദം, അതായത് വേദവിധി ആപദ്ധർമ്മത്തേന, ഒരാപത്ത് വരുമ്പോൾ ധർമ്മമായിട്ട് സ്വീകരിക്കാമെന്നാണ്. സ്വീകരിച്ചിരിക്കയാൽ ദോഷശങ്കയ്ക്ക് അവകാശമില്ല. അപ്പോൾ നമ്മളിത് വായിക്കാൻ പഠിച്ചാൽ പോരാ, ഈ അർത്ഥം മനസ്സിലാക്കി ശ്ലോകം പഠിച്ചാൽ പോരാ, അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ആഖ്യാനം വായിക്കണം. എന്താ അങ്ങനെ പറയാൻ കാരണം? അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ പുരാണകർത്താക്കളൊക്കെ ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ പ്രമാണം പറഞ്ഞിട്ടില്ലെങ്കിൽ അബദ്ധമില്ലേ? പ്രമാണം അറിഞ്ഞിരിക്കണം. അപ്പോൾ അടുത്ത ശ്ലോകം 26. ഗാന്ധാര്യാം ധൃതരാഷ്ട്രസ്യ ജജ്ഞേ പുത്രശതം നൃപ. അപ്പോൾ കണ്ണ് കണ്ടില്ലെങ്കിലും ധൃതരാഷ്ട്രൻ ഗാന്ധാരീനെ വിവാഹം ചെയ്ത് അതിൽ 100 വരെ ജനിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. തത്ര ദുര്യോധനോ ജ്യേഷ്ഠോ ദുശ്ശളാച അഭികന്യകാം. 100 പുത്രന്മാരും ഒരു പുത്രിയും, അങ്ങനെ 101 പേരുണ്ടായത്. അപ്പോൾ പറഞ്ഞു, ധൃതരാഷ്ട്രന് ഗാന്ധാരിയിൽ 100 പുത്രന്മാരും ദുശ്ശള എന്ന കന്യകയും ജനിച്ചു. അവരിൽ ജ്യേഷ്ഠൻ ദുര്യോധനൻ എന്ന നാമധേയത്തോടു കൂടിയവനായിരുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ ഭാവാർത്ഥം, അല്ലയോ രാജാവേ, അതായത് പരീക്ഷിത് മഹാരാജാവേ, ധൃതരാഷ്ട്രന് ഗാന്ധാരിയിൽ 100 പുത്രന്മാരും ദുശ്ശള എന്നു പേരായ കന്യകയും ഉണ്ടായി. അതിൽ മൂത്ത പുത്രൻ ദുര്യോധനൻ എന്ന് പറഞ്ഞു. 27. ശാവാൻ മൈഥുനരുദ്ധസ്യ പാണ്ഡോ കുന്ത്യാം മഹാരഥാം ജാതാ ധർമ്മ അനിലേന്ദ്രേഭ്യോ യുധിഷ്ഠിരം മുഖാസ്ത്രയ. കുറച്ചും കൂടി സങ്കീർണമായിട്ടുള്ള അർത്ഥമാണ് ആ ശ്ലോകത്തിന്. എന്താ?
ശാപം ഹേതുവായിട്ട് മൈഥുനകർമ്മത്തിൽ വിരോധിക്കപ്പെട്ട പാണ്ഡുവിൻ്റെ ഭാര്യ കുന്തിയിൽ ധർമ്മൻ, അനിലൻ, ഇന്ദ്രൻ, അതായത് പിന്നെ യമധർമ്മരാജാവ്, വായുദേവൻ, ഇന്ദ്രൻ, ഇവരിൽ നിന്ന് മഹാരഥന്മാരായ യുധിഷ്ഠിരൻ മുതലായ 3 പേർ ജനിച്ചു. അപ്പോൾ അതിങ്ങനെയാണ്. യുധിഷ്ഠിരൻ്റെ അച്ഛൻ ധർമ്മൻ, വായുപുത്രനായിട്ട് ഭീമൻ, ഇന്ദ്രപുത്രനായിട്ട് അർജുനൻ. പിന്നെ നകുല സഹദേവന്മാരെ പറഞ്ഞിട്ട് 2 ആൾ വരും. അതിൻ്റെ കഥ വരും. അതെങ്ങനെ വിചാരിച്ചാൽ പാണ്ഡുവിന് 2 ഭാര്യമാരാണ്. ഒന്ന് ഈ കുന്തി ദേവിയും, ഒന്ന് വേറെ ഒരു സ്ത്രീ, പേര് ഇപ്പോൾ വരുന്നില്ല ആയത്. അപ്പോൾ ഇവർക്ക് കുന്തി ദേവിക്ക് ദുർവാസാവ് മഹർഷീനെ ചാതുർമാസ്യത്തിൽ സേവിച്ചതിന് ഫലമായിട്ട് 4 മന്ത്രങ്ങൾ ഉപദേശിച്ചിട്ടുണ്ടായി. 5 മന്ത്രങ്ങളാണ് ഉപദേശിച്ചത്. അപ്പോൾ വിവാഹം കഴിയുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ മന്ത്രത്തിന് ശക്തി ഉണ്ടോ നോക്കാൻ വേണ്ടി ഒന്ന് ഉപയോഗിച്ചു. അത് സൂര്യനെയാണ് വിചാരിച്ചത്. അതിനുണ്ടായതാണ് കർണൻ, സൂര്യപുത്രനാണ്. പറഞ്ഞേ. അപ്പോൾ ആ കുട്ടീനെ ഇവരെന്ത് ചെയ്തു? ഒരു പെട്ടിയിലായിട്ട് പുഴയിൽ ഒഴുക്കിയെന്ന കഥ. അതൊക്കെ വരും. അപ്പോൾ ഒഫീഷ്യലി എത്രേ പറഞ്ഞുള്ളൂ? 4 പറഞ്ഞുള്ളൂ. അപ്പോൾ 3 ഇവിടെ രജിസ്റ്ററായി. പിന്നെ 1 സപത്നിക്ക്, 2ാമത്തെ പത്നിക്ക് കൊടുത്ത് അതിലുണ്ടായതാണ്. അവരെന്ത് ചെയ്തു? അശ്വിനി ദേവന്മാരെ മന്ത്രം കൊണ്ട് പിന്നെ സ്വീകരിക്കുക കാരണം നകുല സഹദേവന്മാരായിട്ട് പറഞ്ഞു എന്നാണ് കഥ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം ഇവിടെ പറയുന്നുണ്ട്. പാണ്ഡുവിൻ്റെ മറ്റൊരു ഭാര്യയായ മാദ്രിയിൽ, ഞാൻ ഇവിടെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, അതിനുള്ള സമയം വേണ്ടേ, മാദ്രിയിൽ അശ്വിനി കുമാരന്മാരിൽ നിന്ന് നകുലൻ, സഹദേവൻ എന്ന 2 പുത്രന്മാരുണ്ടായി. ആ 5 പേരുടെയും ഭാര്യയായിരുന്ന ദ്രൗപദിയിൽ ഓരോരുവനിൽ നിന്നും ഓരോ പുത്രന്മാരുണ്ടായി. അവർ അങ്ങയുടെ പിതൃവ്യന്മാരാകുന്നു. അവർ പിതാക്കന്മാരല്ലാതെ ഭവിച്ചു. അവർക്ക് സന്താനങ്ങളുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദ്രോണപുത്രനായ അശ്വത്ഥാമാവിനാൽ ഹനിക്കപ്പെട്ടുവെന്നും അർത്ഥമാക്കാം. അതായത് എന്താ പറയുക, ദ്രോണപുത്രനായിരിക്കുന്ന അശ്വത്ഥാമാവ് അവരേനൊക്കെ മഹാഭാരത യുദ്ധാനന്തരം ഇവരോടുള്ള പകയും അമിതമായ സ്വാമി ഭക്തി. ആരാ? അശ്വത്ഥാമാവിൻ്റെ സ്വാമി പിന്നെ ഈ ദുര്യോധനനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ കൊടുങ്കൈ ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിന് സന്തോഷം ഉണ്ടായില്ല. കാരണം ധാർമ്മിക യുദ്ധമല്ല, ആൾ പൊട്ടനാണെങ്കിലും ചില സ്ഥലത്ത് നല്ല ബുദ്ധി വരും ആർക്ക്? ദുര്യോധനന്. അപ്പോൾ ഇനി 29, 30, 31 3 ശ്ലോകങ്ങൾ ഒപ്പം പോകും. അതെങ്ങനെ? ശ്ലോകം 29. യുധിഷ്ഠിരാത് പ്രതിവിന്ധ്യ ശ്രുതസേനോ മൃഗോദരാത് അർജുനാൽ ശ്രുതികീർത്തിസ്തു ശാതനീകസ്തു നാകുലീ. 30. സഹദേവസുതോ രാജൻ ശ്രുതകർമ്മ തഥാ പരേ യുധിഷ്ഠിരാത്തു പൗരവ്യാം ദേവഗോ അധഗഡോൽഗജ. 31. ഹിഡിംബായാം കാളിയാം സർവഗതസ്തദാ സഹദേവാൽ സുഹോത്രം തു വിജയാസൂത പാർവതി. ഇവിടെ ഗോഡ് ഗിഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആദേശം എന്ന് പറയാം. ഞാൻ ഒരു 1.5 കൊല്ലം മുമ്പേ 18 പുരാണങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ 18 പുരാണങ്ങളിൽ 3-4, അതായത് ഈ ദേവി ഭാഗവതും ശ്രീമദ് ഭാഗവതും കൂടാണ്ട് വേറെ 3-4 ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ 18 പുരാണത്തിൽ ഏറ്റവും ബൃഹത്തായിട്ടുള്ളതാണ് സ്കന്ദപുരാണം. അത് 3 വോളിയാണ്, 1, 2, 3. അതിൽ 1-ാം വോളി ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 950 പേജുകളൊക്കെ ഉണ്ട്. ഏറെക്കുറെ ഒരു 400 പേജ് 450 പേജ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പിന്നെ
ഡ്യൂ ടു സം പിന്നെന്താണെന്ന് പറയുക അൺഫോർസീൻ സർക്കംസ്റ്റാൻസസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അത് മുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടാമത് ഞാൻ ആ പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരു 4-5 ദിവസമായിട്ട് ശരാശരി ഒരു 50-60 പേജ് ഒരു ദിവസം ഞാൻ പഠിക്കുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്. പേര് സ്കന്ദപുരാണം എന്നാണെങ്കിലും അതിൽ ഇപ്പോൾ വായിച്ചോടത്തോളം കാര്യത്തിൽ ഒരു 65% വിഷ്ണു കഥകളാണ്. ആ വിഷ്ണു കഥകളൊക്കെ ഭാഗവതത്തിനെ സംബന്ധിച്ചിട്ടുള്ള എലാബൊറേറ്റീവ് ഡിസ്കഷനാണ്. ഓരോ കഥയ്ക്കും ഭാഗവതത്തിൽ അത് ടച്ച് ചെയ്തിട്ടുണ്ടെന്നല്ലാണ്ട് എലാബൊറേറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ എന്താണെന്ന് പറയുക, ഐ ആം ദി ലക്കിയസ്റ്റ് ഫെലോ. ഈ പുസ്തകങ്ങൾ സർവീസിലിരിക്കുമ്പോൾ കാശിലുണ്ടായിരുന്നില്ല വാങ്ങാൻ. ഇപ്പോൾ കുട്ടികളൊക്കെ രക്ഷപ്പെട്ടു. അപ്പോൾ പുസ്തകങ്ങളൊക്കെ വാങ്ങി. ഇപ്പം എനിക്ക് ധൈര്യമായിട്ട് പറയാം, എന്താ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും ജിജ്ഞാസയുടെ മുകളിൽ ഉള്ളതിനൊക്കെ ഉത്തരം കിട്ടുന്നുണ്ട്. എങ്ങനെയാണ് വിഷ്ണു എന്നുള്ള സങ്കല്പം ഉണ്ടായത്, ധർമ്മം എന്താണ്, അധർമ്മം എന്താണ് എന്ന് വേണ്ട ഓരോ കഥകളും ടച്ച് ചെയ്ത് പോയതിൻ്റെ ഒക്കെ എലാബറേറ്റ് ആയിട്ടുള്ള കഥകൾ വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേമാതിരി അയോധ്യയുടെ പിന്നെ അതായത് ജിയോഗ്രാഫിക്കൽ ഇമ്പോർട്ടൻസ് എന്താണ്, അവിടെ എന്തൊക്കെ തീർത്ഥങ്ങളുണ്ട്, അല്ലെങ്കിൽ ഭാരതത്തിൽ എന്തൊക്കെ തീർത്ഥങ്ങളുണ്ട്, അങ്ങനെ പറഞ്ഞില്ലേ. അപ്പോൾ ബോണസ് ജീവിതമാണ് അല്ലേ, 74+ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് പരമശൈലി. അപ്പോൾ നമ്മൾക്ക് ഈ 31-3 ശ്ലോകം കൂടിയിട്ടുണ്ട്. വാക്കാർത്ഥം കൂടെ പറയുന്നുണ്ട്. നകുലപുത്രൻ പൗരവിയിൽ ഹിഡിംബയിൽ കാളിയിൽ പർവ്വതപുത്രി, ഇതൊക്കെ വാക്കാർത്ഥങ്ങളാണ്. പ്രസവിച്ചു എന്ന് പറഞ്ഞു. ഇനി ഭാവാർത്ഥത്തിലേക്ക് വരുമ്പോൾ അതൊക്കെ ശരിക്കും മനസ്സിലാവും നമുക്ക്. യുധിഷ്ഠിരാദികളുടെ മറ്റു ഭാര്യമാരിൽ അവർക്കുണ്ടായ സന്താനങ്ങളെ പറയുന്നു. യുധിഷ്ഠിരനിൽ നിന്ന് പ്രതിവിന്ധ്യനും, വൃഗോദരനിൽ നിന്ന് ശ്രുതസേനനും, അർജുനനിൽ നിന്ന് ശ്രുതകീർത്തിയും, നകുലനിൽ നിന്ന് ശാതനീകനും, സഹദേവനിൽ നിന്ന് സുതകർമാവും ഉണ്ടായി. അതാണ് ഓരോ ഭാര്യമാരിൽ ഓരോ കുട്ടികളുണ്ടായി എന്ന് പറഞ്ഞു. ഹേ രാജൻ, അവർക്ക് ഇത് കൂടാതെയും ചില പുത്രന്മാരുണ്ടായി. യുധിഷ്ഠിര പത്നിയായ പൗരവിയിൽ ദേവകനും, ഭീമസേനനിൽ നിന്ന് ഹിഡംബിയിൽ ഘടോത്കജനും, കാളി എന്നു പേരായ മറ്റൊരു ഭാര്യയിൽ സർവഗതനും, പർവ്വതപുത്രിയായ വിജയയിൽ സഹദേവന് സുഹോത്രൻ എന്നും പേരായ പുത്രനുണ്ടായി എന്ന് ഫില്ല് ചെയ്തു. ഇനി 32-ാമത്തത് ഒരു 1.5 ശ്ലോകമാണ്, 3 വരി ശ്ലോകമാണ്. കരേണുമത്യാം നകുലോ വീരമിത്രം തഥാർജുന ഇരാവന്തം ഉലൂപ്യാം വൈ സുതായാം ബഭ്രുവാഹനം മണിപൂരപദേ സ അഭിതത്പുത്ര പുത്രികാസുത. ഇതാണ് ശ്ലോകം. അപ്പം അതിന് കരേണുമതിയിൽ ഉലൂപിയിൽ മണിപൂരപതിയുടെ സുതയിൽ എന്നൊക്കെ ഒരു 4-5 വാക്കിന് അർത്ഥം പറഞ്ഞു. വാക്കാർത്ഥം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നൊക്കെ പേരുകളാണ്. അതാണ് ഇനി പറഞ്ഞത്. കരേണുമതി എന്നു പേരായ ഭാര്യയിൽ നകുലന് വീരമിത്രൻ എന്നു പേരായ പുത്രനും, അർജുനന് ഉലൂബി എന്നു പേരായ നാഗകന്യയിൽ ഇരാവാനും, മണിപൂരം എന്ന ദേശങ്ങളുടെ അധിപനായ ചിത്രാംഗതൻ്റെ പുത്രിയായ ചിത്രാംഗതയിൽ ബഭ്രുവാഹനനുമുണ്ടായി. ബഭ്രുവാഹനൻ അർജുനപുത്രനായിട്ട് ജനിച്ചുവെങ്കിലും ചിത്രാംഗതൻ്റെ പുത്രനായിട്ടിരുന്നു. അദ്ദേഹം പുത്രിയെ അർജുനന് നൽകുമ്പോഴുണ്ടായ നിശ്ചയം അതായിരുന്നു. ചില അണ്ടർസ്റ്റാൻഡിങ്. അഭ്രാതൃകാം പ്രദാസ്യാമി തുഭ്യം കന്യാമലങ്കൃതാം അസ്യാമിയോ ജായതേ പുത്ര സമേ പുത്രോ ഭവിഷ്യതി. ഒരു പ്രമാണം പറയാണ്, ഒരു എഗ്രിമെൻ്റ്. എന്താ,
ഇവളിൽ നിനക്ക് ഉദ്ഭവിക്കുന്ന പുത്രനെ എനിക്ക് നൽകണം എന്നുള്ള നിശ്ചയത്തോടു കൂടി ചെയ്യുന്ന കന്യകാദാനത്തിന് പുത്രികാധർമ്മം എന്ന് പേർ. സ്മൃതി ശ്ലോകാർത്ഥം: സഹോദരനില്ലാതിരിക്കുന്ന ഈ കന്യകയെ അലങ്കരിച്ച ഞാൻ നിനക്ക് തരുന്നു. ഇവളിൽ നിനക്ക് ജനിക്കുന്ന പുത്രൻ എൻ്റെ പുത്രനായിരിക്കണം എന്നാണ് കന്യാദാന സമയത്തിൽ ചെയ്യുന്ന കോൺട്രാക്റ്റ്. ഇങ്ങനെ വളരെ അത്ഭുതാവഹവും രസവർത്യതയുമുള്ള കാര്യങ്ങൾ പുരാണങ്ങളിലുണ്ട്. അതൊക്കെ ഡൈജസ്റ്റ് ആവില്ല എന്നുള്ളത് വേറെ കാര്യം. അത് ആവാത്തത് നമ്മുടെ പോരായ്മ എന്ന് ഞാൻ പറയുള്ളൂ. ദേവവാക്യങ്ങൾ തെറ്റില്ല. 33 തവ താത സുഭദ്രായാം അഭിമന്യുരജായത സർവാധിരഥജിദ്വീര ഉത്തരായാം തതോ ഭവാൻ. ഇനി അങ്ങയുടെ കാര്യം പറയാം എന്ന് ശുഗമഹർഷി പറയാണ്. നിന്റെ പിതാവായ അഭിമന്യു സുഭദ്രയിൽ ജനിച്ചു. അങ്ങ് സർവന്മാരായ അധിരഥന്മാരെ ജയിച്ച പരാക്രമി. അവനിൽ നിന്ന് ഉത്തരയിൽ നീ ജനിച്ചു എന്ന് പറഞ്ഞു. ഇനി അതിന് ഭാവാർത്ഥം പറയണം. അങ്ങയുടെ പിതാവായ അഭിമന്യു അർജുനനിൽ നിന്ന് സുഭദ്രയിൽ ജനിച്ചു. അദ്ദേഹം അധിരഥന്മാരായ സർവരെയും ജയിക്കുന്ന വീരനായിരുന്നു. അഭിമന്യുവിൽ നിന്ന് ഉത്തരയിൽ ഭവാൻ ജനിച്ചു എന്നായി. 34-ാമത്തെ ശ്ലോകം: പരീക്ഷിണേഷു ഗുരുഷു ദ്രൗണേർ ബ്രഹ്മാസ്ത്രതേജസാ ത്വം ച കൃഷ്ണാനുഭാവേന സജീവോ മോചിതോ അന്തകാത്. സാക്ഷാൽ യമധർമ്മരാജാവിനിൽ നിന്ന് അങ്ങയെ രക്ഷിച്ചത് ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം ആദ്യം വരും. കുരുക്കൾ നിശേഷം നശിച്ചപ്പോൾ ദ്രോണപുത്രൻ്റെ ബ്രഹ്മാസ്ത്രാഗ്നി കൊണ്ടുള്ള അന്തകനിൽ നിന്ന് നീയും കൃഷ്ണൻ്റെ അനുഭാവത്താൽ ജീവനോടുകൂടിയവനായി മോചിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയണു. ദുര്യോധനാദികളായ കുരുക്കൾ യുദ്ധത്തിൽ നശിച്ചപ്പോൾ ക്രുദ്ധനായ ദ്രോണപുത്രൻ പ്രയോഗിച്ച ബ്രഹ്മാസ്ത്ര തേജസ്സിനാൽ ദഹിക്കപ്പെടുന്ന ഭവാൻ ശ്രീ ഭഗവാന്റെ മാഹാത്മ്യത്താൽ അന്തകനിൽ നിന്ന് ജീവനാശം വരാത്ത വിധം മോചിപ്പിക്കപ്പെട്ടു എന്നാണ് അർത്ഥമായത്. ഇനി 35-ാമത്തെ ശ്ലോകം അതിലെ വാക്കാർത്ഥം വരില്ല, ഭാവാർത്ഥമേ ഉള്ളൂ. നോക്കുക. തവേമേ തനയാസ്താദ ജനമേ ജയപൂർവക സുതസേനോ ഭീമസേന ഉഗ്രസേനശ്ച വീര്യവാൻ. ഹേ വത്സ, അങ്ങയുടെ പുത്രന്മാരാണല്ലോ ജനമേജയൻ, ശ്രുതസേനൻ, ഭീമസേനൻ, വീര്യവാനായ ഉഗ്രസേനൻ എന്നീ 4 പേർ. ആരുടെ? പരീക്ഷത്തിൻ്റെ 4 മക്കൾ. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം പറഞ്ഞു. ജനമേജയൻ അങ്ങയെ തക്ഷകനിൽ നിന്ന് മരിച്ചവനായിട്ട് അറിഞ്ഞ് സർപ്പയാഗാഗ്നിയിൽ സർപ്പങ്ങളെ ഹോമിക്കും. അത് പ്രഡിക്ഷനാണ്. ഇദ്ദേഹം ഇപ്പോൾ പരീക്ഷത്ത് മോക്ഷം കിട്ടി പോവും, പിന്നെന്താ ഉണ്ടാവാൻ പോണതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു. അവരിൽ മൂത്തപുത്രനായ ജനമേജയൻ്റെ ഭാവി ചരിതം പറയാം. കേൾക്കുക. അങ്ങയുടെ മരണത്തിന് കാരണം തക്ഷകനാണെന്ന് അറിഞ്ഞിട്ട് ക്രുദ്ധനായ ജനമേജയൻ സർപ്പയാഗാഗ്നിയിൽ സർപ്പങ്ങളെ ഹോമിക്കും. 37 കാവശേയം പുരോധായ തുരം തുരകമേധയാട് സമന്താൽ പൃഥിവീം സർവാം ജിത്വായക്ഷതി ചാധ്വരേ. അതായത് കാവേശയനായ തുരനെ പുരോഹിതനാക്കിയിട്ട് സർവയായ ഭൂമിയെ 4 ഭാഗത്തും ജയിച്ച് അശ്വമേധം ചെയ്യുന്നവനായിട്ട് യാഗങ്ങൾ കൊണ്ട് യജിക്കും എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഭാവാർത്ഥം കാവേശയനായ തുരനെന്ന മഹർഷിയെ, ഇത്രയുടെ പേരാണ്, കാവശയനായ തുരനെന്ന മഹർഷിയെ പുരോഹിതനായി നിശ്ചയിച്ചിട്ട്
ഭൂമിയുടെ സർവഭാഗത്തുമുള്ള രാജാക്കന്മാരെ ജയിച്ച ശേഷം അശ്വമേധമെന്നു പേരായ യാഗങ്ങൾ കൊണ്ട് ശ്രീഹരിയെ പൂജിക്കും എന്നാണ് പറഞ്ഞത്. അവിടെ നിർത്താം. ഇനി ഒരു മിനിറ്റ് 2 മിനിറ്റ് എനിക്ക് സമയം വേണം. എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സബ്സിക്വൻ്റ്ലി വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്കന്ദപുരാണത്തിൽ വളരെ പ്രമാദമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഏത് കാലത്തിലാണ് അഹിംസാപരമോ ധർമ്മ എന്ന നാരായവേരായ സനാതനധർമ്മത്തിൽ ഇതേപോലെ അശ്വമേധയാഗം പോലെയുള്ള യാഗങ്ങളിൽ പശുഹത്യ, മൃഗങ്ങളെ ഹനിക്കാം എന്നത് വന്നത് എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ ചില സമയത്ത് ചില കുരുട്ടുബുദ്ധികൾ തോന്നാറുണ്ട്. പക്ഷേ അതിനൊക്കെ ഉത്തരം കിട്ടുകയാണ്. അതാണ് പറഞ്ഞത്. അപ്പോൾ ഭഗവാൻ സർവവ്യാപിയും സർവജ്ഞനുമാണ് എന്നുള്ളത് എൻ്റെ ഒരു എക്സാമ്പിളാണ്. നമ്മുടെ മിതമായ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഭഗവാൻ അറിയുമ്പോൾ ഭഗവാൻ ചരട് വലിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ 18 പുരാണങ്ങൾ വാങ്ങിയതും അത് ഓരോന്നായിട്ട് കവർ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്തിനും ഏതിനും റെഡി റെക്കണറായിട്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളും തേടിപ്പോയാൽ കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് ഹരിദാസ്. പറഞ്ഞേ എനിക്ക് വേറെ ആരോടും പറയാനില്ല. കാരണം ഉള്ളതിലിപ്പോൾ കേൾക്കണേൽ എനിക്ക് സ്വാതന്ത്ര്യം ചെറുപ്പം താനാണ്. സംഗതി ഉണ്ടെങ്കിൽ അത് തനിക്ക് വായിക്കാൻ സാധിക്കട്ടെ എന്നേ ഞാൻ പറയുന്നുള്ളൂ. മനസ്സിലായി? പുസ്തകം ഞാൻ തരാം, താൻ വായിച്ചോളൂ, മടക്കി തന്നാൽ മതി, വായിച്ചിട്ട് മടക്കി തന്നാൽ മതി. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നും നമ്മുടെയൊക്കെ സമയോചിതമായ പ്രാർത്ഥനകളെല്ലാം തന്നെ ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.